ഹലോ ഫ്രണ്ട്സ്, എന്റെ പേര് മധു. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് അടിപൊളി ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ടിപ്സ് എന്ന് ഞാൻ പറയുന്നതിന് മുമ്പേ ഒരു കഥ പറഞ്ഞുതരാം. കഥ പറഞ്ഞ ശേഷം എന്താണ് ടിപ്സ് എന്നും ആ കഥയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥ ഇങ്ങനെയാണ്. 19 വയസ്സുള്ള അരുൺ എന്ന പയ്യനും 87 വയസ്സുള്ള അവന്റെ മുത്തശ്ശനും കൂടി ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സെന്റർ നിലവിൽ വന്നപ്പോൾ അവിടേക്ക് 500 രൂപ എടുക്കാൻ വേണ്ടി പോയി. ഗോവ വഴിക്കാണ് അങ്ങോട്ട് പോയത്. ഫസ്റ്റ് ATM സെന്റർ നിലവിൽ വന്നത് മുംബൈയിലാണ്. അപ്പോൾ ഗോവ വഴിക്കാണ് നമ്മൾ മുംബൈക്ക് പോയത്. അപ്പോൾ അവിടെ വെച്ചിട്ട് അരുൺ എന്ന പയ്യനെ മിസ്സായി. അപ്പോൾ വേഗം എന്ത് ചെയ്തു, അവന്റെ മുത്തശ്ശൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞു. സാർ, എൻ്റെ കൊച്ചുമോനെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരൻ വേഗം എന്ത് പറഞ്ഞു, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊന്നും ഇവിടെ ഇല്ല, അവരൊക്കെ മോൺട്രിയൽ ഉടമ്പടി ഒപ്പിടാൻ വേണ്ടി പോയിട്ടാണ്, നിങ്ങൾ പിന്നെ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കഥ. ഈ കഥയിൽ നിന്ന് ഞാൻ എന്താ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 19 വയസ്സുള്ള അരുൺ എന്ന പയ്യനും 87 വയസ്സുള്ള അവന്റെ മുത്തശ്ശനും കൂടി എന്ന് ഞാൻ പറഞ്ഞില്ലേ. 19 വയസ്സുള്ള അരുൺ എന്നതിൽ നിന്ന് 19 എന്നും 87 വയസ്സുള്ള അവന്റെ മുത്തശ്ശൻ എന്നതിൽ നിന്ന് 87 എടുക്കുക. അപ്പോൾ 1987 1987 എന്ന വർഷത്തെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ATM നിലവിൽ വന്നപ്പോൾ 500 രൂപ നോട്ട് എടുക്കാൻ പോയി ഞാൻ പറഞ്ഞില്ലേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സെന്റർ നിലവിൽ വന്നത് 1987 തോർത്തൂലോ. മുംബൈയിലാണ് നിലവിൽ വന്നത്. 500 രൂപ നോട്ട് എടുക്കാൻ വേണ്ടി പോയി പറഞ്ഞില്ലേ. 1987 RBI ഇന്ത്യയിൽ ആദ്യമായിട്ട് 500 രൂപയുടെ നോട്ട് പുറത്തിറക്കുന്നത്. അത് മനസ്സിലായി കാണല്ലോ. അപ്പൊ അതുപോലെ തന്നെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ, അരുൺ ഗോവയിൽ വെച്ച് മിസ്സായി എന്ന് പറഞ്ഞില്ലേ. അരുൺ എന്നതുകൊണ്ട് അരുണാചൽ പ്രദേശിനെയും ഗോവ എന്നതുകൊണ്ട് ഗോവ തന്നെയാണ് ഉദ്ദേശിച്ചത്. മിസ്സായി എന്നത് പറഞ്ഞതുകൊണ്ട് മിസോറാം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അരുണാചൽ പ്രദേശ്, ഗോവ, മിസോറാം ഈ 3 സംസ്ഥാനങ്ങളും നിലവിൽ വന്നത് 1987 അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ. പിന്നെ അതുപോലെ തന്നെ അരുൺ ഗോവയിൽ മിസ്സായപ്പോൾ വേഗം പോലീസ് സ്റ്റേഷനിൽ പോയി മുത്തശ്ശൻ പരാതി പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പോലീസുകാരൻ എന്താ പറഞ്ഞു, സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ മോൺട്രിയൽ ഉടമ്പടി ഒപ്പുവെക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്, അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പം പരാതി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം മോൺട്രിയൽ ഉടമ്പടി ഒപ്പുവെച്ചത് 1987 മോൺട്രിയൽ ഉടമ്പടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓസംപാടിയിൽ വിള്ളലൊക്കെ വരുന്നുണ്ടല്ലോ, അതിനെതിരെ ലോകരാജ്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഉടമ്പടിയാണ് മോൺട്രിയൽ ഉടമ്പടി. ഓസംപാടിയിലെ സുഷിരും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് വരാൻ വേണ്ടിയിട്ട് ഓസംപാടിയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെ മുൻനിർത്തിയിട്ടാണ് മോൺട്രിയൽ ഉടമ്പടി ഒപ്പുവെച്ചത്. അപ്പൊ 1987 എന്ന വർഷത്തിൽ എന്തൊക്കെ ഉണ്ടായെന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇന്ത്യയിലെ ആദ്യത്തെ ATM സെന്റർ മുംബൈയിൽ നിലവിൽ വന്നത് 1987 ഇന്ത്യയിൽ ആദ്യമായിട്ട് 500 രൂപയുടെ നോട്ട് നിലവിൽ വന്നത് 1987 അരുണാചൽ പ്രദേശ്, ഗോവ, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് 1987 അതുപോലെ തന്നെ മോൺട്രിയൽ ഉടമ്പടി ഒപ്പുവെച്ചത് 1987 അങ്ങനെ 4 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. PSC അതുപോലെ തന്നെ പല മത്സര പരീക്ഷകളിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ പഠിക്കാനുള്ള ടിപ്സുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.